പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജൂലൈ മാസം 30-ാം തീയതി ചൊവ്വാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇന്നത്തെ ദിനം സന്തോഷത്തിൻ്റെയും നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 41-ാം വാക്യം. ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 18 വേഴ്സ് 41 നാം ഇപ്രകാരം വായിക്കുന്നു. പിന്നെ ഏലിയാവ് ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കം ഉണ്ട് എന്ന് പറഞ്ഞു. നമുക്ക് വളരെ പരിചിതമായ വേദപുസ്തക കഥാപാത്രങ്ങളിൽ പ്രധാനിയാണ് ഏലിയാവ്. പ്രവാചകനായ ഏലിയാവിനെ നാം കാണുന്നത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം ആദ്യ വാക്യങ്ങളിലൂടെയാണ്. ഗിലെയാദിൽ നിന്നുള്ള തിസ്ബ്യനായ ഏലിയാവ്. ഏലിയാവ് രംഗപ്രവേശനം ചെയ്യുന്നത് ആഹാബ് രാജാവിന്റെ സന്നിധിയിൽ ആഹാബ് രാജാവിനെതിരെയുള്ള ഒരു വലിയ ദൂതുമായിട്ടാണ്. അതെ, അല്ലയോ ആഹാബേ, ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവം പറഞ്ഞല്ലാതെ ഈ ദേശത്ത് മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല. ഒരു രാജ്യത്തെ പ്രധാനപ്പെട്ട ഊർജത്തിൻ്റെയും കൃഷികളുടെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രധാനപ്പെട്ട സ്രോതസ് എന്ന് പറയുന്നത് മഴയാണ്. അവ നിന്നുപോയി ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ രാജ്യത്തിലെ ജനങ്ങൾ രാജാവിനെതിരെ പിറുപിറുക്കും. രാജാവിന്റെ പിടിപ്പുകേട്, രാജാവ് കൊള്ളാത്തത് കൊണ്ട് ദൈവിക ശാപം എന്നിവയാൽ രാജാവിന് ജനങ്ങൾ വെറുക്കും, ത്യജിക്കും. തുടർന്ന് അതിഭീകരമായ 3.5 വർഷങ്ങൾ. ഇതിനിടയിൽ ഏലിയാവിന്റെ ജീവിതത്തിൽ, ആഹാബിന്റെയും ഈസബേലിന്റെയും ജീവിതത്തിൽ ധാരാളം കാര്യങ്ങൾ നടന്നതായി വചനത്തിൽ നാം വായിക്കുന്നു. അവസാനം ഇതാ കർമ്മേലിന്റെ ഉത്തംഗ ശൃംഗത്തിൽ ഏലിയാവ് ബാലിന്റെയും അശേരയുടെയും പ്രവാചകന്മാരുമായി ഏറ്റുമുട്ടുകയും യഥാർത്ഥ ജീവനുള്ള ദൈവം ആരെന്ന് തെളിയിക്കുകയും അവരെ നിഷ്കരുണം കൊല്ലുകയും ചെയ്യുന്നു. തുടർന്ന് ഇതാ ഏലിയാവ് ആഹാബിനെ കണ്ടുമുട്ടുമ്പോൾ ഏലിയാവ് ആഹാബിനോട് പറഞ്ഞ വാക്കുകളാണ് ഇന്നത്തെ വാഗ്ദത്ത വചനമായി നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. നീ പോയി ഭക്ഷണം കഴിക്കുക, മഴയുടെ വലിയ മുഴക്കം ഉണ്ട്. ഒരു ദൈവവൈതല് മാത്രം കേട്ട ശബ്ദമാണ് വലിയ മഴയുടെ മുഴക്കം. ആഹാബ് ഇസ്രായേലിന്റെ രാജാവായിരുന്നെങ്കിലും ആഹാബ് അത് കേട്ടില്ല. ഏലിയാവിന്റെ സന്തത സഹചാരിയായി കൈക്ക് വെള്ളമൊഴിച്ച് കൂടെ നടന്ന ദാസനായ ഗേഹസി അത് കേട്ടില്ല, മറ്റാരും കേട്ടില്ല. എന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവിക ശുശ്രൂഷയുള്ള, ദൈവത്തിൽ പരിപൂർണമായി അർപ്പിച്ചും വിശ്വസിച്ചും ആഹാബിന്റെ കൊട്ടാരത്തിൽ ധൈര്യസമേതം കടന്നു എന്ന് ദൂത് പറയുവാൻ തയ്യാറായ ഏലിയാവ് വലിയ മഴയുടെ മുഴക്കം കേൾക്കുവാൻ ഇടയായി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ പലതും, പല വഴികളും, പല നന്മകളും അടഞ്ഞിരിക്കുകയാണ്. ഒരിക്കലും തുറക്കാതെ വണ്ണം
ഉയരാതെ വണ്ണം, മുൻപോട്ട് പോകാതെ വണ്ണം പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. നിങ്ങൾ വിചാരിച്ച, നിങ്ങൾ പ്രതീക്ഷിച്ച, നിങ്ങൾ പ്രാർത്ഥിച്ച, നിങ്ങൾ ഒത്തിരി അധ്വാനിച്ച പല കാര്യങ്ങളും ഇന്ന് വഴിവക്കിലാണ്, അഥവാ നിങ്ങളുടെ കരങ്ങളിൽ എത്താതെ ദൂരെ നിൽക്കുകയാണ്. തടസ്സങ്ങളുടെ മേൽ തടസ്സം, അറിയാത്ത വിധങ്ങളിലുള്ള പോരാട്ടങ്ങൾ, പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ, എന്താണെന്ന് അറിയുകയില്ല. ഒരു വിധത്തിലും മുൻപോട്ട് പോകുവാൻ പറ്റുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങളിൽ ചിലരുടെയെങ്കിലും ജീവിതത്തിൽ ഇന്ന് ഈ നിലയിൽ കടന്നു പോകുന്നവരില്ലേ? കുഞ്ഞുങ്ങളുടെ പഠനം, അവരുടെ നിലനിൽപ്പ്, അവരുടെ വീസ, അവരുടെ ജോലി, ചില കുഞ്ഞുങ്ങളുടെ വിവാഹം, എല്ലാ കാര്യങ്ങളും ശരിയായി ഒത്തുവരും. ഒരു കൊച്ചു കാര്യത്തിന് വിവാഹങ്ങൾ പലത് മുടങ്ങിപ്പോകുന്നു. തലമുറ പല പ്രാവശ്യം കൺസീവ് ആയിട്ടും അത് നഷ്ടമായി പോകുന്നു. നിരവധി അനവധി പ്രശ്നത്താൽ വ്യാകുലപ്പെടുന്നവരെ, നിങ്ങൾക്കുള്ള സദ്വാർത്തയാണ്, വിടുതലിന്റെ വാർത്തയാണ് ഇന്നത്തെ വാഗ്ദത്ത വചനം. ഇല്ല എന്ന് പറഞ്ഞത്, നടക്കുകയില്ല എന്ന് പറഞ്ഞത്, ലഭിക്കുകയില്ല എന്ന് പറഞ്ഞത്, ഇനിയും ഒരിക്കലും ഈ വഴിയിലേക്ക് വരികയേ വേണ്ട എന്ന് പറഞ്ഞെടുത്ത് നമുക്ക് വേണ്ടി വലിയ ഒരു മഴയുടെ മുഴക്കം ഇതാ കേൾക്കുകയാണ്. നിരാശയിലും സങ്കടത്തിലും വിഷമത്തിലും ഭാരത്തിലുമായി ഈ പ്രഭാതത്തിൽ ഇന്നത്തെ വാഗ്ദത്ത വചനം കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടോ? നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ വളരെ ഹൃദ്യമായി ഇടപെടുകയാണ്. മകനെ, മകളെ, സഹോദര, സഹോദരി, പ്രിയ മാതാവേ, പിതാവേ, ഇതാ നിനക്ക് വേണ്ടി നിന്നുപോയ മഴ, ആകാശം അടഞ്ഞു പോയത് നിനക്ക് വേണ്ടി ശക്തിയായി മടക്കി തരുവാൻ, പെയ്യ്ക്കുവാൻ ഞാൻ മതിയായവനാ. താഴോട്ടുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, ക്ഷണത്തിൽ ആകാശം കറുത്തിരുണ്ട് വലിയ മഴ പെയ്യുവാൻ ഇടയായി. അതിനിടയിൽ ഗേഹസിയുമായി കണ്ടതും 8 പ്രാവശ്യം പോയി നോക്കിയതും 8ാമത്തെ പ്രാവശ്യം ഒരു മനുഷ്യന്റെ കൈ പോലെ, ഒരു കൈപ്പത്തി പോലെ മേഘം കയറി വരുന്നത് കണ്ടത് ഗേഹസി സാക്ഷിക്കുന്നത് നാം വചനത്തിൽ വായിക്കുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഇതാ ആകാശമണ്ഡലങ്ങളിൽ ആണിപ്പാടുള്ള ഒരു കരം നിങ്ങൾക്ക് വേണ്ടി നീളുകയാണ്. നിങ്ങളുടെ തടസ്സങ്ങളുടെ സ്ഥാനത്ത്, നിങ്ങളുടെ ജോലിയുടെ വിഷയത്തിൽ, വിസയുടെ വിഷയത്തിൽ, ബിസിനസിന്റെ തകർച്ചയിൽ, കടബാധ്യതയിൽ, ആരോഗ്യ പ്രയാസങ്ങളിൽ, മാനസിക സംഘർഷങ്ങളിൽ, നിങ്ങൾ ചില നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളെ വല്ലാതെ അസഹ്യപ്പെടുത്തുന്ന നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ സ്വർഗത്തിലെ കൈ ഇന്ന് ഉയരുകയാണ്. ക്ഷണത്തിൽ ഇതാ വലിയ മഴ പെയ്യാൻ പോവുകയാണ്. അതെ, ഒരു സ്വർഗീയ ആശിഷമാരി ഇന്ന് പകൽ നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ, നിങ്ങളോടൊപ്പവും വിദൂരങ്ങളുമായിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ, പ്രാർത്ഥിക്കുന്ന ചെറുതും വലുതുമായ വിഷയങ്ങളുടെ മേൽ സ്വർഗം ഇന്ന് പെയ്യിക്കട്ടെ. അതനുഭവിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മറക്കരുത്, പ്രവാചകൻ ആഹാബ് രാജാവിനോട് പറയുന്നു, നീ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ നീ ശാന്തനാക, നീ സ്വസ്ഥനാക, നീ ഭാരപ്പെടേണ്ട, നീ വിഷമിക്കണ്ട. അതെ, ആകാശം മേഘാവൃതമായി മഴ പെയ്യാൻ പോകുന്നു. നിനക്കതറിയത്തില്ല. ഞാൻ ഒരു വലിയ മഴയുടെ മുഴക്കം കേൾക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ നോക്കുമ്പോൾ മുൻപിൽ ഒരു വഴിയുമില്ല, പ്രത്യാശയ്ക്ക് യാതൊരു മാർഗവുമില്ല.
ഈ വിഷയം എങ്ങനെ നടക്കുമെന്ന് ഒരു വിധത്തിലും അറിയത്തില്ല. മനുഷ്യനാൽ എങ്ങനെ നടക്കും? ആരെന്റെ കാര്യം നടത്തും? എന്റെ കുഞ്ഞിന്റെ വിഷയം, എന്റെ ഭർത്താവിന്റെ വിഷയം, എന്റെ ഭാര്യയുടെ വിഷയം, എന്റെ ആരോഗ്യ വിഷയം, എന്റെ മാതാപിതാക്കളുടെ വിഷയം, എന്നിൽ നിന്നും മൈലുകൾ കടലുകൾക്കപ്പുറമായിരിക്കുന്ന എന്റെ മകന്റെ വിഷയം, മകളുടെ വിഷയം, ഒരുപക്ഷെ 30 വയസ്സിന് മുകളിലായി പ്രായമുള്ള നിങ്ങളുടെ പെൺമക്കളുടെ വിഷയമായിരിക്കാം. ഒരു വിവാഹത്തിനു വേണ്ടി കുടുംബത്തിൽ പ്രവേശിച്ചിട്ട് വർഷങ്ങളായിട്ട് തലമുറയില്ലാതെ ഭാരപ്പെടുന്നവരായിരിക്കാം. ചില നാളുകളായി ജോലി ലഭിക്കാതെ, വിസ ലഭിക്കാതെ, ശമ്പളം ലഭിക്കാതെ വളരെ സങ്കടത്തിൽ കഴിയുന്നവരായിരിക്കാം. എന്നാൽ നിങ്ങൾ കേൾക്കാത്ത ഒരു സ്വർഗീയ നാദം ഇന്ന് തമ്പുരാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. അതെ, ആഹാബിനോട് ഏലിയാവ് പറയുന്നു, നീ ഭക്ഷണം കഴിച്ച് സ്വസ്ഥമാക, ഇതാ ഞാൻ വലിയ മഴയുടെ മുഴക്കം കേൾക്കുന്നു. ഇനി നിങ്ങൾ വിശ്വാസത്തോടെ ഇത് ഏറ്റെടുക്ക. എന്റെ ദൈവം പറഞ്ഞാൽ അങ്ങനെ ചെയ്യുവാൻ മതിയായവനാണ്. താഴോട്ടുള്ള വാക്യങ്ങളിൽ ഏലിയാവ് ആഹാബിനോട് പറയുകയാണ്, മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് നീ രഥം പൂട്ടി അതിവേഗത്തിൽ പോവുക. അതെ, നിന്റെ രഥത്തിന് മഴയെ പിടിച്ചു കെട്ടുവാൻ കഴിയാതെ വണ്ണം ശക്തമായ മഴ വരാൻ പോവുകയാ. വളരെ പെട്ടെന്ന് ആ മഴ നിന്റെ യാത്രയെ മുടക്കാതിരിക്കേണ്ടതിന് രാജകൊട്ടാരത്തിലേക്ക് ഓടിപ്പോവുക. നിങ്ങൾക്ക് ദൈവം ഒരു അനുഗ്രഹം ഒരുക്കിയാൽ പ്രിയമുള്ളവരെ, ആർക്കും അത് തടയുവാൻ കഴിയുകയില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹം, കുടുംബത്തിന്റെ അനുഗ്രഹം, പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ അനുഗ്രഹം തമ്പുരാൻ തരാൻ തുടങ്ങിയാൽ നിങ്ങളെ പിടിച്ചു നിർത്തുവാൻ, അതിനെ തടകെട്ടുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്ന് ഈ സംഭവം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് വിവിധ വിഷയത്താൽ വ്യാകുലപ്പെട്ട് ഈ ദൈവവചനം കേൾക്കുന്ന എന്റെ പ്രിയ ശ്രോതാവേ, ദൈവവൈതലേ, നിങ്ങളുടെ മേൽ സ്വർഗത്തിലെ ദൈവം ഉയരത്തിൽ നിന്ന് മഞ്ഞിനെയും മഴയെയും അയക്കട്ടെ. ആ വലിയ ശബ്ദം കേൾക്കുവാൻ, മുഴക്കം കേൾക്കുവാൻ പ്രാർത്ഥനയോടെ കർത്താവിന്റെ പാദാന്തികെ നമ്മുടെ മുട്ടുകളെ മടക്കാം, ശിരസ്സുകളെ നമിക്കാം, ഹൃദയങ്ങളെ ഒരുക്കാം. ദൈവം നമ്മുടെ മേൽ, കുടുംബത്തിന്മേൽ അനുഗ്രഹത്തിന്റെ മാരിയെ പെയ്ക്കട്ടെ. അത് അനുഭവിച്ച് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇനിയും ഒരിക്കലും ലഭിക്കുകയില്ല എന്ന് ഞങ്ങൾ കരുതിയത്, ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുവാൻ കഴിയുകയില്ല എന്ന് ഞങ്ങൾ തന്നെ വിധി എഴുതിയത്, എന്നാൽ തമ്പുരാൻ ഇന്ന് ഏലിയാവിൽ കൂടെയുള്ള വാഗ്ദത്ത വചനം ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഒരു മുഴക്കം ഞാൻ കേൾക്കുന്നു. ആ മുഴക്കം ക്ഷണത്തിൽ വലിയ മേഘമായി കറുത്തിരുണ്ട് ശക്തമായ മഴയായി തീർന്നത് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തമ്പുരാൻ അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ കൊട്ടി അടയ്ക്കപ്പെട്ട ഞങ്ങളുടെ അനുഗ്രഹം, ഞങ്ങളുടേത്, ഞങ്ങളുടെ തലമുറയുടേത്, ഞങ്ങളുടെ ആരോഗ്യത്തിൻ്റെത്, ഞങ്ങളുടെ ഭാവിയുടേത്, ഞങ്ങളുടെ ആത്മീയത്തിൻ്റെത്, ഞങ്ങളുടെ ബിസിനസിൻ്റെത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി, കുടുംബജീവിതം, തലമുറ, സകലത്തിന്മേലുമുള്ള സകല ബന്ധനത്തിന്റെ അവസ്ഥകളും ഇന്ന് മാറി സ്വർഗീയ മഴ പെയ്യുവാൻ അവിടുന്ന് പ്രസാദിച്ചിരിക്കുക. സ്തോത്രം. ഈ ദൈവവചനം കേൾക്കുന്ന ഓരോന്നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം, ഇന്നത്തെ വാഗ്ദത്ത വചനം പോലെ തന്നെ അപ്പോൾ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ മുഴങ്കാലുമടക്കി പ്രാർത്ഥിക്കുക. ഏലിയാവ് കേട്ട ആ മുഴക്കം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ തമ്പുരാൻ ഇന്ന് നൽകട്ടെ. ആ വലിയ ഉറപ്പോടെ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ പ്രവർത്തന കർമ്മ മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുക. സ്വർഗത്തിലെ ദൈവം നിശ്ചയമായും
അനുഗ്രഹത്തിന്റെ മാരിയെ പെയ്യും. അതനുഭവിച്ച് കർത്താവിന്റെ നല്ല സാക്ഷികളായി ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഒരുക്കട്ടെ. അതിന് നമ്മെ തന്നെ പരിപൂർണമായി സമർപ്പിക്കാം. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.